ചൂരൽമല ടൗണിൽ നമ്മൾ തൊട്ട് മുമ്പ് റിപ്പോർട്ട് ചെയ്ത അതിൻ്റെ ഞാൻ പറഞ്ഞിരുന്ന ഒരു തുരുത്ത് പോലെ ഒറ്റപ്പെട്ടു പോയ കുറച്ച് വീടുകളെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആ വീടുകൾക്കുള്ളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമുക്ക് ക്യാമറ കൃത്യമായി ഈ വീടിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ക്യാമറ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഒരു ഭീകരതയുടെ താണ്ഡവം നമുക്ക് എത്രമാത്രമാണ് ഇതിൻ്റെ ഒരു ഭീകരത എന്ന് നമുക്ക് മനസ്സിലാകും. ഇവിടെ തൊട്ട് മുൻപിൽ ആ വീടിൻ്റെ മുകളിലൊക്കെ കുറച്ച് രക്ഷാപ്രവർത്തകർ ആളുകളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. കാരണം ഈ ചളി മാറ്റിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ രാത്രി 3 മണി എന്നൊക്കെ പറയുമ്പോൾ സാധാരണഗതിയിൽ ആളുകൾ കിടന്നുറങ്ങുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ പൊടുന്നനെ വീടകങ്ങളിലേക്ക് വെള്ളവും മറ്റുമൊക്കെ കുത്തി ഒലിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസവും, അതല്ലെങ്കിൽ അവിടെ കിടന്നുറങ്ങുന്ന ആളുകളൊക്കെ ഒരു പക്ഷേ ആ ബെഡിൽ പെട്ടുപോയിട്ടുണ്ടോ, അല്ലെങ്കിൽ താഴെ വീണ് പോയിട്ടുണ്ടോ, വീടിൻ്റെ അകത്തളങ്ങളിൽ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഈ ചളിയും ഭീമാകാരമായ മണ്ണുമൊക്കെ മാറ്റേണ്ട ഒരവസ്ഥയുണ്ട്. അത് പെട്ടെന്ന് തന്നെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഓടിച്ചെന്ന് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് തീർത്തും ദുഷ്കരമായ ഒരു അവസ്ഥയാണ് എന്നിവിടെ വന്ന് കാണുന്ന ഏതൊരാൾക്കും ബോധ്യമാകും. കണ്ടമിടറുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് മരവിച്ചു പോകുന്ന ചില കാഴ്ചകൾ തന്നെയാണ് ഇവിടെയുള്ളത്. ഇന്നലെ രാത്രി വരെ സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിച്ച് അവരുടെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് കിടന്നുറങ്ങിയ ആളുകൾ ഇന്നെവിടെയാണ് എന്ന് പലർക്കും അറിയില്ല. പലരോടും നമ്മൾ സംസാരിച്ചു. പലരും തങ്ങളുടെ ഉറ്റവർ എവിടെയാണ് എന്ന് അറിയാത്ത, മരണപ്പെട്ടു പോയോ, കാണാതായിട്ടുണ്ടോ, മണ്ണിനടിയിൽ പെട്ടുപോയിട്ടുണ്ടോ, എവിടെയാണ് എന്നറിയാത്തൊരു അവസ്ഥാവിശേഷമുണ്ട്. ഇവിടുത്തെ അധികൃതർക്ക് പോലും നമ്മൾ ഈ സംസാരിക്കുന്ന ഈ ഒരു സമയം വരെ എത്രയാണ് ഇവിടുത്തെ കൃത്യമായ കണക്ക്, മരണപ്പെട്ടവരുടെയോ കാണാതായവരുടെയോ ഇനി ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന ആളുകളുടെയൊക്കെ എത്ര കണക്കുണ്ട് എന്നത് സംബന്ധിച്ചൊക്കെ ഇത് തോട്ടം മേഖലയായതുകൊണ്ട് തന്നെ കൃത്യമായ വിവരങ്ങൾ നമുക്കില്ല എന്നാണ്. നമ്മുടെ കൂടെ കുറച്ച് വിക്കായ പ്രവർത്തകരുണ്ട്. നമുക്ക് കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോകാൻ കഴിയുന്ന വഴി നമുക്ക് കാണിച്ചു തരുമെന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് അവരുടെ കൂടെ യാത്ര ചെയ്തുകൊണ്ട് അവിടേക്ക് പോകാം. എല്ലാ സംഘടനയിലും പെട്ട അല്ലെങ്കിൽ മനുഷ്യത്വമുള്ള എല്ലാ ആളുകളും ഇവിടെ വന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ഓക്കെ, അത്യന്തം ദുഷ്കരമായിട്ട് തന്നെ നമുക്കിതിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്നതും നമ്മളിവിടെ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ വീടകങ്ങൾക്കുള്ളിലേക്ക് വലിയ ചളിയും കല്ലും മരങ്ങളും ഒക്കെ കുമിഞ്ഞുകൂടിയൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നീക്കിയതിന് ശേഷം മാത്രമേ ഇതിനുള്ളിൽ ആരെങ്കിലും ഇനി അവശേഷിക്കുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ച് തീർപ്പ് കൽപ്പിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇവിടെ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോവുക പോലും അത്യന്തം ദുഷ്കരമാണ്. വലിയ ചളിയാണ്, നമ്മൾ താഴ്ന്നു പോകുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ കൂടെ ഇവിടുത്തെ വിക്കായയുടെ പ്രവർത്തകർ നമ്മുടെ കൂടെ ചേരുകയാണ്. ഇവർ ഈ ദുരന്തം അറിഞ്ഞ അത് മുതൽ തന്നെ ഇവിടുത്തെ രക്ഷാപ്രവർത്തനത്തിന് മുമ്പിലുണ്ട്. എന്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ? എന്താണ് ഇവിടുത്തെ ഇപ്പം നിലവിൽ അവസ്ഥ പറഞ്ഞാൽ ഇന്നലെ ഉരുൾപൊട്ടിയത് മുതൽ ഇവിടെ പോയിൻ്റെ സൈഡിലുള്ള ആളുകളൊക്കെ ഇന്നലെ മാറ്റിപ്പറപ്പിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങളിവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ വന്ന് തപ്പി നോക്കുമ്പോൾ ഇവിടുന്ന് ഒരു ബോഡി, അതുപോലെ അവിടുന്ന് ഒരു ബോഡി ഇങ്ങനെ ഇപ്പോൾ രാവിലെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്ന പോലെ ഇവിടെ മരങ്ങളും കഷ്ണങ്ങളൊക്കെ വന്ന് പുഴ ഗതി മാറി ഒഴുകിയിട്ട് ഒന്ന് അടിഞ്ഞു കൂടി കിടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ തന്നെ എന്താണോ ഏകദേശം ആളുകൾ ഇവിടെ ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ കഴിയുള്ളൂ. കാരണം പോയിൻ്റെ സൈഡിൽ നിന്ന് ആളുകളെ മാറ്റിയിട്ടുണ്ടെങ്കിലും മേലെന്ന് വരുന്ന ഒരുപാട് വീടുകൾ ഇതിൽ ഒലിച്ചു പോയിട്ടുണ്ട്. അതിൽ നിന്ന് വന്ന ആളുകളൊക്കെ ഇപ്പോൾ ഒലിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് അടിഞ്ഞു കൂടിയിട്ടുണ്ടോ എന്നുള്ളത് ശരിക്കൊന്ന് പരിശോധിക്കേണ്ടത്. ഇപ്പം നിലവിൽ ഏറ്റവും മേലെ ഞങ്ങൾ പോയിട്ടുണ്ട്. അതിന് മുണ്ടക്കൈ ആ ഭാഗത്തേക്ക് മേലോട്ട് കയറിയപ്പോൾ അവിടുന്ന് ജീവനുള്ള ഒരാളെ കൈച്ചിലായിട്ടുണ്ട്. അത് ഫയർഫോഴ്സും നമ്മളൊക്കെ ഇടപെട്ടാണ് അവിടുന്ന് എടുത്തുകൊണ്ടുവന്ന് കരക്കെത്തി ആംബുലൻസ് കയറ്റി ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു നിലവിൽ 2-3 ബോഡി അവിടെ ഉണ്ട്. ഇപ്പോൾ അവിടുന്ന് എടുത്തു കൊണ്ടുവരാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. കാരണം വെച്ചാൽ അങ്ങോട്ടേക്ക് കിടക്കണമെങ്കിൽ ഭയങ്കര കുത്തൊഴുക്കാണ്. അതിൻ്റെ കല്ലുകളും പാറകളൊക്കെ ഉരുണ്ട് ഇതാക്കിയിട്ട് ഇപ്പോൾ തന്നെ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ എടുക്കുന്നെങ്കിൽ പിന്നെ വെള്ളം കൂടിയിട്ട് ഞങ്ങളെല്ലാം ആളുകളൊക്കെ ഓടുന്ന ഒരവസ്ഥയാണ് ഇപ്പം നിലവിലുള്ളത്. ഇപ്പോൾ ഒന്നും ഇവിടെ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. എന്നുവെച്ചാൽ നമ്മൾ കഴിവിൻ്റെ പരമാവധി നമ്മൾ വിക്കാൻ്റെ പ്രവർത്തകർ നല്ല രീതിയിൽ ഇടപെടുന്നുണ്ട്. എത്ര പ്രവർത്തകരാണ് ഇവിടേക്ക് വന്ന് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നൽകിയിരുന്നോ ഇത് സംബന്ധിച്ച്? ഇത് നിർദ്ദേശം എന്ന് പറഞ്ഞാൽ അന്നേരം അറിഞ്ഞത് മുതൽ വിക്കാൻ്റെ പ്രവർത്തകന്മാർ ഇങ്ങോട്ടേക്ക് ഒഴുകിയിട്ടുണ്ട്. എത്ര ആൾ വന്നിട്ടുണ്ടെന്നുള്ളത് അറിയില്ല, കണക്കില്ല. കാരണം വെച്ചാൽ 10-200 വിക്കായ പ്രവർത്തകർ നിലവിൽ നമ്മുടെ വയനാട് ജില്ലയിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ മറ്റുള്ള ജില്ലകളിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട്. അത് എത്ര ആളുകളുണ്ടെന്നുള്ളതൊന്നും നമുക്ക് കണക്കാക്കാൻ പറ്റില്ല.
എന്താണ് ഇവിടുത്തെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് ആദ്യമായിട്ടാണോ ഇത്തരം രക്ഷാപ്രവർത്തനത്തിലുള്ളതെന്ന്? ഇതുപോലെ ഭീകരതയുള്ള മറ്റു സ്ഥലങ്ങൾ പുത്തുമല ദുരന്തം ഉണ്ടായ സമയത്ത് നമ്മൾ വിക്കായ പ്രവർത്തനം ഫസ്റ്റ് തന്നെ നമ്മൾ ഇതിൽ സജീവമായി ഇടപെട്ട അന്ന് വിക്കായ പ്രവർത്തന സന്നദ്ധ സേവകരിൽ ഏറ്റവും ഫസ്റ്റ് ഇറങ്ങിയിരുന്നത് വിക്കായ പ്രവർത്തകരാണ്. അപ്പോൾ അന്ന് വിക്കായ പ്രവർത്തകനാണ് ഇതിൽ സജീവമായിട്ട് നമ്മൾ തീരുന്ന നമ്മളെ ഒരു പ്രവർത്തകൻ്റെ വാപ്പനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പരമാവധി എല്ലാവരും നിർത്തിയപ്പോൾ നമ്മൾ സജീവമായിട്ട് തെരഞ്ഞിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് മുണ്ടക്കൈ ആ ഭാഗത്താക്കാണ്. രണ്ട് ഭാഗത്തുള്ള എൻട്രൻസും ഭാഗങ്ങൾ രണ്ടും പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. അടിയന്തരമായി അവിടെ ഹെലികോപ്റ്ററോ മറ്റോ സംവിധാനം ചെയ്ത് അവിടെയുള്ള ആളുകളെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിക്കാനുള്ളൊരു സംവിധാനമാണ് കാര്യമായിട്ട് നമുക്ക് വേണ്ടത്. കാരണം ആ ഭാഗത്തേക്ക് ആർക്കും ഇതുവരെ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ ആ ഭാഗത്ത് പോയിപ്പോൾ അതിൽ കുത്തൊഴുക്കായതുകൊണ്ട് അങ്ങോട്ട് നടന്നു പോകാൻ സാധിക്കില്ല. ആകെയുള്ളൊരു സംവിധാനം ഹെലികോപ്റ്റർ വഴി പോകാനുള്ള മാത്രമാണ് സാധ്യതയുള്ളൂ. ഉള്ള പാലങ്ങളൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട്. പാലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പം മരത്തടികളൊക്കെ ഇട്ടിട്ട് റോപ്പ് കെട്ടിയിട്ട് നമ്മൾ പിടിച്ചിട്ടാണ് ഒരുവിധമൊക്കെ എത്തിയത്. ഇനി അങ്ങോട്ട് പോകണമെങ്കിൽ എന്തെങ്കിലും സംവിധാനം വേണം. കാരണം വെച്ചാൽ നമ്മുടെ സേഫ്റ്റിയും കൂടി നോക്കണ്ടേ. കാരണം വെച്ചാൽ ഒരാൾക്ക് കാല് വെച്ചാൽ പോലും കാല് നിൽക്കില്ല, കാരണം അത്ര കുത്തൊഴുക്കാണ്. ഇതാണ് ഇപ്പോൾ നിലവിൽ അവിടുത്തെ മൊത്തത്തിലുള്ള അവസ്ഥ. അങ്ങനെയാണ് നമുക്ക് അവിടെ നിൽക്കുന്നത്. രണ്ടാമത് വെള്ളപ്പാച്ചിൽ വന്നപ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നത്. അങ്ങനെയാണ് ഇവിടെ രണ്ടാമത് ഇവിടെ ഒന്ന് തിരയാന്നുള്ളൊരു കണ്ടീഷൻ വന്നത്. കാരണം ഇതിലൊക്കെ ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ടെങ്കിലും അവിടെ നിന്ന് ഒലിച്ചു വന്ന ബോഡികളാണ് കിട്ടിയത്. ഇവർ പറയുന്നതും അത് തന്നെയാണ്. കാരണം ഇവിടെ ഏതെങ്കിലും സംഘടനയ്ക്ക് ആരെങ്കിലും നിർദ്ദേശം കൊടുത്തുകൊണ്ടല്ല രക്ഷാപ്രവർത്തകരും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനയുടെ പ്രവർത്തകരൊക്കെ എത്തുന്നത്. അത് വിക്കായും സഹായിയും അതുപോലെ തന്നെ വൈറ്റ് ഗാർഡും അങ്ങനെ തുടങ്ങിയിട്ടുള്ള റെഡ് ആർമിയും അങ്ങനെ ഒരുപാട് സംഘടനകളും ഒരുപാട് സേവന സന്നദ്ധരായിട്ടുള്ള മനുഷ്യരും ഇവിടെ വന്നിട്ടുണ്ട്. അവരാരും ആരുടെയും നിർദ്ദേശങ്ങൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്നവരല്ല. അവർക്കൊക്കെ ഈ ഒരു അവസ്ഥ വന്ന് കാണുമ്പോൾ ഇതിനകത്തൊക്കെ ആരെങ്കിലും ഉണ്ടോ, എന്താണ് ഇവിടെ അവസ്ഥ എന്നതൊരു വീടാണല്ലോ. ആ വീട് സ്വാഭാവികമായിട്ടും മനുഷ്യർ വസിക്കുന്ന വാസസ്ഥലമായതുകൊണ്ട് തന്നെ ആ വാസസ്ഥലത്ത് അവരുടെ അവസാനത്തെ കിടപ്പിലായിരിക്കും അവരെന്ന് നോക്കുന്നതിന് വേണ്ടി ഇവർ അവരുടേതായിട്ടുള്ള പരിശ്രമങ്ങളിലൂടെ ഊണും ഉറക്കവും ഒഴിച്ച് അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. ഏതായിരുന്നാലും ഇവരുടെ ആ ഒരു പ്രവർത്തനം വളരെ വലിയ മികച്ച രീതിയിലുള്ള പ്രവർത്തനം അത് അവർ തുടരുകയാണ്.